എത്ര നാളായി അമ്മയുടെ കൈപുണ്യത്തിൽ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട്. ധന്യേച്ചി നന്നായിട്ട് കറികളൊക്കെ വെക്കില്ലേ? വെക്കും. പിന്നെ ഞായറാഴ്ച പിള്ളേര് വീട്ടിലുള്ളപ്പോ ചില സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കും, അതും ഫോണിൽ നോക്കിയിട്ട്. പിള്ളേർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാ, പക്ഷെ എനിക്കെന്തോ അത് വലിയ താല്പര്യമൊന്നുമില്ല. അതാ ജനറേഷൻ ഗ്യാപ്പ്. പക്ഷെ നമ്മുടെ ജനറേഷന് കിട്ടിയ ഭാഗ്യം ഇന്നത്തെ ജനറേഷൻ ഇല്ല. കറികളൊക്കെ മിക്സ് ചെയ്ത് ഉരുട്ടി കൊടുക്കാൻ ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ എവിടെയാ സമയം? അതെ, അത് ശരിയാ. ശരിക്കും ഈ കറികളൊക്കെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുന്നേ. അതെ, കോമ്പിനേഷൻ കറക്റ്റ് ആവുമ്പോ നല്ല ടേസ്റ്റ് ആവും. അതാ മദേഴ്സ് മാജിക്. ശരിയാ അമ്മേ, അമ്മ കറികൾ മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കുമ്പോ കഴിപ്പിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകൾ കയ്യിൽ വേണ്ടേ? ആ, അത് ശരിയല്ലേ മേ? എപ്പോ ചോറ് വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ പറയും വാരിത്തരാമെന്ന്. അതോടെ നമ്മുടെ കാര്യം തീർന്നു. അമ്മ മിക്സ് ചെയ്ത് വാരിത്തരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അമ്മേ, എന്നാ പിന്നെ പഴയതൂലെ എനിക്ക് ഒരു ഉരുള എടുത്തുക. ആ, എനിക്കും വേണം. എടി, നീ എപ്പോഴും ഇവിടെ ഉള്ളതല്ലേ, നിനക്ക് എപ്പോഴും ആണെങ്കിലും അമ്മയുടെ ഉരുള മേടിക്കാന്നല്ലേ ഉള്ളൂ. രണ്ടാളും വഴക്ക് കൂടണ്ട, ഞാൻ വാരിത്തരാം. പോയി കൈ കഴിയിട്ട് വരട്ടെ. എന്നാലേ അമ്മ വരുന്നതിന് മുൻപ് ഇന്ന് പിടിച്ചോ, എന്റെ വക. എന്റെ മായ, നിനക്ക് അമ്മയുടെ കൈപുണ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ശരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. എല്ലാരോടും അന്വേഷണം പറയണേ. പറയാം, പക്ഷെ ഇനി നീ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല. ശരി അമ്മേ, ശരിയടി. ഞാൻ അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിളിച്ച അവന് വല്ലാത്ത തിരക്കാ. നിനക്കെന്തോ പറ്റിയെന്ന് കേട്ടപ്പോ ഓടിപ്പിടിച്ച് സമയമുണ്ടാക്കി വന്നത് കണ്ടോ? ഇവിടെ ആരെയോ കാണാൻ വന്നപ്പോ കേറിയതാന്നല്ലേ പറഞ്ഞത്? അതൊക്കെ അവൻ ഇവിടെ വരാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കാരണങ്ങളാ. ഒരു കണക്കിന് പാവ മനോജേട്ടൻ. അതെ, അവനും എന്നും ഓരോ പ്രശ്നങ്ങളാ. എന്നാലും കണ്ണും മിഴിച്ച് ചിരിച്ചോണ്ട് നിൽക്കും. സംസാരിച്ചാ ഒരു കുഴപ്പവും ഇല്ലെന്നേ തോന്നൂ. ധന്യേച്ചി കൊടുക്കുന്ന തലവേദനകൾ ഇല്ലായിരുന്നെങ്കിൽ ചേട്ടന് വീട്ടിലെങ്കിലും സമാധാനം കിട്ടിയാന്. നാത്തും പോര് പറയാതെ മായേ, ധന്യ അത്ര പ്രശ്നക്കാരിയൊന്നുമല്ല. ഓ, മരുമോള് പറഞ്ഞത് പിടിച്ചില്ല. എന്നാ പിന്നെ മരുമോളുടെ അടുത്ത് തന്നെ നിന്നൂടായിരുന്നോ? അപ്പൊ നിനക്കാരെവിടെ കൂട്ടിന്? നിനക്ക് എന്റെ സഹായം വേണ്ടെങ്കിലേ ഞാനങ്ങ് പോയേക്കാം. അയ്യടാ, അതിനിപ്പോ ഞാൻ വിടുമെന്ന് ഓർത്തിട്ടാണോ? അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ. ഞാൻ ഇത്ര നേരം കിടക്കട്ടെ അമ്മ, തലവേദനയുണ്ട്. ഒരു ഗുളിക കഴിച്ചേക്കാം. അല്ല, നിനക്ക് കൊച്ചിനെ വിളിക്കാൻ പോകേണ്ടതല്ലേ? അലാറം വെച്ചിട്ട് കിടക്കാം. നീര മിടുക്കിയാണ് കേട്ടോ. നന്നായി പഠിക്കുന്നുണ്ട്. ക്ലാസ്സില് നല്ല ശ്രദ്ധയുണ്ട്. പഠിക്കുന്നതല്ലാത്ത കാര്യങ്ങളിലും നല്ല അറിവുണ്ട്. ആണോ? അതൊക്കെ എവിടുന്ന് പഠിക്കുന്നത്? മുത്തശ്ശി പഠിപ്പിച്ചതെന്നാ പറയുന്നത്. ഓ, അതാണോ? അത് അമ്മ വൈകുന്നേരം നാമം ചൊല്ലാൻ മോളെ കൂടി ഇരുത്തും. അങ്ങനെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കഥകളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിച്ചതായിരിക്കും. അതെയോ? മുത്തശ്ശീരോട് കഥ കേൾക്കുന്നതിന് അമ്മ എന്നെ എപ്പോഴും വഴക്കു പറയും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. കുട്ടികൾക്ക് പഴയ തലമുറയിൽ നിന്നും ഒരുപാട് അറിവുകൾ ഇങ്ങനെ പകർന്നു കിട്ടേണ്ടതാ.